വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ കബാലിയത്ത് റൈസ്. ആദ്യം ചിക്കൻ മസാല തയ്യാറാക്കാം. സ്റ്റൗവിലേക്കൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്ത സവാള ചേർത്തെടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. മല്ലിപ്പൊടി, മജ്ബൂസ് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് സവാളയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഈ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. വലിയ പീസായതുകൊണ്ട് മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കൊരു പുളി ടേസ്റ്റ് വേണമെങ്കിൽ തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. ആ സമയത്ത് ചിക്കൻ ഫുള്ളായിട്ട് വേവുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ബേ ലീഫും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക. 1 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. മജ്ബൂസ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഉപ്പ്. ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ്. അരിയിലെ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെക്കുക. ഇനി മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. 7 മിനിറ്റ് വേവിച്ചെടുക്കുക. ചിക്കനിലെ ഗ്രേവി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയിൽ നിന്നും കുറച്ച് ഗ്രേവി റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാനും റൈസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.